എല്ലാവർക്കും നമസ്കാരം. ട്രൂ ഇവന്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന LP UP പരീക്ഷയുടെ സിലബസും അതിനോടനുബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ്. നമുക്കറിയാം 2027 ഇനിയിപ്പോൾ നമ്മുടെ LP UP എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ടീച്ചർ ആവണം എന്ന സ്വപ്നം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണയാണ് അല്ലേ. അപ്പം നമുക്കൊരു ടീച്ചർ ആവണമെങ്കിൽ ഈ LP UP പരീക്ഷയുടെ സിലബസ് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കണം. പുതിയ സിലബസ് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. അത് വരുമ്പോൾ നോക്കാം. നിലവിൽ നമുക്ക് ഇപ്പോഴത്തെ സിലബസ് എന്താണെന്ന് നോക്കാം. അതിൽ ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഊന്നൽ നൽകി പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട മെറ്റീരിയലുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം മലയാളം 10 മാർക്കിനാണ് വരുന്നത് അല്ലേ. മലയാളം 10 മാർക്കിനാണ് വരുന്നത്. അതിൽ സാഹിത്യപരം എന്ന ഭാഗത്ത് നിന്നും ഭാഷാപരം എന്ന ഭാഗത്ത് നിന്നും അതുകൂടാതെ ബോധനശാസ്ത്രപരം, ഇങ്ങനെ 3 മേഖലകൾ കൂടിയിട്ടാണ് 10 മാർക്കിന്റെ മലയാളം ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തേത് സാഹിത്യപരമാണ്. സാഹിത്യപരം അതിൽ കഥാസാഹിത്യം, കവിതാ സാഹിത്യം എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കഴിഞ്ഞ പരീക്ഷ എഴുതിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ള ഗൈഡുകളെ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ കഥാസാഹിത്യം, കവിതാ സാഹിത്യമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് SCERT ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം. SCERT എന്ന് പറയുമ്പോൾ LP UP കുട്ടികളാണല്ലോ. അപ്പോൾ 1 മുതൽ 10 വരെ എന്തായാലും നോക്കണം. പറ്റുമെങ്കിൽ +1 +2 കൂടെ നോക്കണം. അത് നിർബന്ധമാണ്. കാരണം നമ്മൾ പഠിപ്പിക്കാൻ പോണത് സ്കൂൾ കുട്ടികളെയാണ്. അതുകൊണ്ട് സ്കൂൾ പാഠപുസ്തകങ്ങൾ ആദ്യം നമ്മൾ നന്നായി പഠിക്കണം. അതിനുശേഷം വേണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ കഥാസാഹിത്യവും കവിതാ സാഹിത്യവും അറിയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? SCERT പാഠപുസ്തകങ്ങൾ പഠിച്ചാൽ മതി. 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം വെച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുക. 5ാം ക്ലാസ്സിലെ മലയാളം 1ാമത്തെ പാഠം നമുക്കറിയാലോ, ഓരോരോ യൂണിറ്റുകളായിട്ടായിരിക്കും അല്ലേ. 3 പാഠഭാഗങ്ങൾ വീതമുള്ള 3ഓ 4ഓ യൂണിറ്റുകളൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോ പുസ്തകവും അവരിറക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം അത് വിശദമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. മിക്കതും കഥയോ കവിതയോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റോടുകൂടി വായിക്കാൻ പറ്റും അല്ലേ. വായന ഇഷ്ടപ്പെടുന്നവർക്ക് അതിനിപ്പോൾ ഒരു ഉറങ്ങുന്നേക്കാൾ മുമ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്നതിന്റെ ഇടവേളകളിലായാലും മലയാളം ഓരോരോ പാഠഭാഗങ്ങളായിട്ട് പഠിക്കുക. പറ്റുമെങ്കിൽ എന്നല്ല, പറ്റണം. അതിന്റെ നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് കിട്ടുന്നവർക്ക് എളുപ്പമായിരിക്കും. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആവണം എന്നില്ല. സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്നവർ എന്ത് ചെയ്യുക? ആദ്യം നല്ല രീതിയിൽ അത് നോക്കിയിട്ട് ഒരു നോട്ട് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലാസ് 5 നിടുക, യൂണിറ്റിന്റെ പേരെഴുതുക, പാഠത്തിന്റെ പേരെഴുതിയിട്ട് അതിൽ ഏറ്റവും ആദ്യം കൊടുത്തിട്ടുള്ള വരി ഊന്നൽ നൽകി പഠിക്കണം. ഓരോ യൂണിറ്റിലെയും ആദ്യ ഭാഗത്ത് ഒരു വരി കൊടുക്കും. അത് പല 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 പരീക്ഷകളിലും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനെ തുടർന്ന് വരുന്ന പാഠഭാഗങ്ങളുടെ ഏറ്റവും അടിയിലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഇന്ന രീതിയിൽ ചോദ്യങ്ങൾ, അതുപോലെ എക്സ്ട്രാ ലൈൻസ് ഒക്കെ അവസാന ഭാഗത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒരു നോട്ട്ബുക്കിലേക്ക് പകർത്തി വെക്കുക. പിന്നീട് റിവിഷൻ സമയത്ത് നമ്മൾക്ക് ഈ PDF തപ്പി നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ നോട്ട് റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ സ്ക്രീനിന്റെ ആ സമയവും നമുക്ക് കുറഞ്ഞു കിട്ടും. നോട്ട്ബുക്ക് വായിച്ചാൽ മതിയാവും. അങ്ങനെ ചെയ്തു വെക്കുന്നത് ഒരു നല്ല മെത്തേഡ് ആയിരിക്കും. അപ്പൊ കവിതാ സാഹിത്യവും കഥാസാഹിത്യവും ഒക്കെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ എല്ലാം അതിലുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനം, മണിപ്രവാളം, വഞ്ചിപ്പാട്ട്, ആട്ടക്കഥ, തുള്ളൽ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും ബുക്കുകളെ, ഗൈഡുകളെ ആശ്രയിക്കുന്നതിൽ തെറ്റില്ല. അത് ആശ്രയിച്ചിട്ട് അതിൻ്റെ നോട്ടുകളും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ്. SCERT എന്തായാലും നന്നായിട്ട് പഠിച്ചിരിക്കണം. കാരണം വരികളൊക്കെ കൂടുതലും അതിൽ നിന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. പിന്നെ നോവൽ ചോദിക്കും. നോവലും പ്രാധാന്യം നൽകേണ്ടത് SCERTക്ക് തന്നെയാണ്. അതിൽ നോവലുകളായിട്ട്
കഥകളായിട്ടും ചെറുകഥകളായിട്ടും ഒക്കെ വരുമല്ലോ. അപ്പൊ അത് പഠിച്ചു വെക്കണം. ആത്മകഥകളെ കുറിച്ചും ജീവചരിത്രങ്ങളെ കുറിച്ചും നമുക്കൊരു ധാരണ വേണം. വൈജ്ഞാനിക സാഹിത്യ കൃതികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാലസാഹിത്യം. നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ് ബാലസാഹിത്യം. പക്ഷെ പല പ്രമുഖ കവികളും കുട്ടികൾക്ക് വേണ്ടിയും എഴുതാറുണ്ട്, ബാലസാഹിത്യങ്ങളും എഴുതാറുണ്ട്. അത് നമ്മൾ അറിയാതെ പോവരുത്. അങ്ങനെ പ്രമുഖ വ്യക്തികൾ, വളരെ പ്രശസ്തരായ വ്യക്തികൾ ബാലസാഹിത്യത്തിൽ അവരെന്തെങ്കിലും ഒക്കെ രചിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കൃതികളും കൂടെ നമ്മൾ അറിഞ്ഞ് നോട്ട് തയ്യാറാക്കി വെക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സെക്ഷൻ. ഇനി രണ്ടാമത്തേതാണെങ്കിൽ ഭാഷാപരത്തിനെ കുറിച്ചാണ് പറയുന്നത്. കുറച്ചും കൂടെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു മേഖലയാണ് ഈ ഭാഷാപരം എന്നത്. നോക്കിക്കേ, നമ്മുടെ ഭാഷയുടെ ചരിത്രങ്ങളെ കുറിച്ച് അല്ലെ, ഭാഷയുടെ ചരിത്രങ്ങളെ കുറിച്ച്, ഭാഷയുടെ ഭേദത്തെ കുറിച്ച്, ഇപ്പൊ നമ്മളുടെ ഭാഷ നിലവിൽ വന്നതിനെ പറ്റിയിട്ട് പല പല രീതിയിലുള്ള വാദങ്ങളുണ്ട് അല്ലെ. അങ്ങനെ ഓരോരോ വാദങ്ങൾ ഉന്നയിച്ച വ്യക്തികൾ എന്താണ്, അവരതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത്തരം രീതിയിലൊക്കെ വിശദമായ പഠനം ഈ ഭാഷാ ചരിത്രം, ഭാഷാഭേദം എന്നുള്ള ഭാഗത്ത് നമ്മൾ നടത്തണം. ഇനി കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രായോഗിക വ്യാകരണമാണ്. വ്യാകരണം എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കുന്ന ഒരുപാട് കുട്ടികളെ എനിക്ക് നേരിട്ടറിയാം. പക്ഷെ വ്യാകരണം അങ്ങനെ പേടിക്കേണ്ട ഏരിയ ഒന്നല്ല. നമ്മളൊന്നും മനസ്സിരുത്തിയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. വൊക്കാബുലറിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ വ്യാകരണം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഈ LP-UP വ്യാകരണത്തിന് നല്ല പ്രാധാന്യമുണ്ട്. നോക്കിക്കോളൂ ഏതൊക്കെ ഏരിയകളാണ്. പദശുദ്ധി, പദശുദ്ധിയുടെ പ്രത്യേകത സന്ധി കാര്യങ്ങൾ അടക്കം പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ സന്ധി പഠിക്കണമെങ്കിൽ നമ്മൾ പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും നന്നായിട്ട് പഠിച്ചിരിക്കണം അല്ലെ. പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് എന്ന ഭാഗത്ത് നല്ല നോളജ് വേണം. അതിലാണ് സന്ധി ഉൾപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പദശുദ്ധിയും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലുമാണ്. ഇവിടെ നിന്നാണ് എന്ത് ചോദ്യം വരിക? സമാസം ഏത്? കഴിഞ്ഞ LP-UP ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് ബഹുവ്രീഹിയുടെ ആഴത്തിലുള്ള ചോദ്യം വന്നത് അല്ലെ. ഉപമാഗർഭം, ഉപമാലുപ്തം, ഉപമാനലുപ്തം എന്നും പറഞ്ഞ് ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സന്ധി സമാസമൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് പ്രകാരമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ? പ്രകാരം എന്ന് പറഞ്ഞാൽ രീതി എന്നുള്ളതാണ്. നിയോജക പ്രകാരം, വിധായക പ്രകാരം, നിർദ്ദേശക പ്രകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 6, എൻ്റെ ഓർമ്മ 6 പ്രകാരങ്ങളുണ്ട്. അപ്പോൾ അണം ചേർന്ന് വരുന്നത് വിധായക പ്രകാരമാണ്. അത്തരം രീതിയിൽ ഈ പ്രകാരങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി അടുത്തതാണെങ്കിൽ പാക്പ്രയോഗം, അനുപ്രയോഗം. നമുക്കറിയുന്നതാണല്ലോ. എന്താണ് അനുപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താ അനുപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഒരു പദത്തിന്റെ അർത്ഥം പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വാക്കിനോട് കൂട്ടിച്ചേർന്ന് വെക്കുന്നതിനെയാണ് നമ്മൾ അനുപ്രയോഗം എന്ന് പറയും. ഇപ്പൊ പറഞ്ഞു, ഞാൻ പറയാണേ, പറഞ്ഞു, അതിന്റെ അർത്ഥം ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി എന്നൊരു വാക്ക് പുറകിലായിട്ട് ചേർക്കാണ്. അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, അങ്ങനെ നമ്മൾ പറയാം. അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അപ്പൊ പറഞ്ഞു എന്നതിന്റെ അർത്ഥം പരിഷ്കരിക്കാനാണ് പോയി എന്ന വാക്കിനെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നേ. അപ്പൊ ഈ പോയി എന്നുള്ളതാണ് അനുപ്രയോഗം. മുൻഭാഗത്തുള്ളത് പറഞ്ഞു എന്നുള്ളത് പാക് പ്രയോഗമാണ്. മനസ്സിലായല്ലോ? അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം പാക് പ്രയോഗം, അനുപ്രയോഗം. ഇനി അടുത്ത സെക്ഷൻ വാക്യഘടന, വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഒരു സെന്റൻസ് ഓർഡർ തെറ്റിച്ചൊക്കെ കൊടുക്കും. ഇതിലും ഇപ്പോ SCRT എന്നുള്ള വരികളാണ് അവരിടാറുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിരുത്തി SCRT വായിക്കണം. അതിലെ വരികളാണ് കഴിഞ്ഞ LD തൊട്ടൊക്കെ അവരെടുത്തിട്ട് വാക്യശുദ്ധിയിൽ ഇടുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അടുത്തത് ലിംഗം, വചനം എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ വിചാരിക്കും എതിർലിംഗം സിമ്പിൾ ആയിട്ട് പഠിക്കാന്ന്. പക്ഷെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയയാണ് ഈ ലിംഗം എന്നുള്ളത്. എതിർലിംഗം കവയത്രിയാണോ, കവയിത്രിയാണോ, അത്തരം രീതിയിലൊക്കെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് വരും. അപ്പൊ എതിർലിംഗം എന്നുള്ളത് മനസ്സിരുത്തി പഠിക്കണം. അടുത്തത് വചനം എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിടത്ത് മാത്രമേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുള്ളൂ. അതായത് നമ്മൾ പൂജക ബഹുവചനം എന്ന് പറയുന്നത് ആക്ച്വലി ഏകവചനമാണ്. അത് ചില കുട്ടികൾക്ക് ഒന്ന് കത്താൻ സമയമെടുക്കും. അതിന്
അവിടെ മാത്രമേ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ അതിനുശേഷം വരുന്നത് കാലത്തിനെ കുറിച്ചിട്ടാണ്. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്ന് പറഞ്ഞിട്ട് അതിലെ ക്രിയാപ്രയോഗങ്ങളൊക്കെയാണ് ഈ വ്യാകരണ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത്. ഇനി നോക്കൂ, നെക്സ്റ്റ് പദങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, വാക്യസന്ദർഭങ്ങൾ, കാവ്യ സന്ദർഭങ്ങൾ എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ ശൈലികളും പ്രയോഗങ്ങളും പഴഞ്ചൊല്ലുകളും ഒക്കെ തമ്മിലിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അതൊക്കെ നമ്മൾ മറ്റുള്ള പരീക്ഷകൾക്കും കൂടെ പഠിക്കുന്നതാണ്. അപ്പൊ അതും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി കാവ്യബോധം എന്നൊരു സെക്ഷൻ വരുന്നുണ്ട്. അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിത, ഗദ്യം, പഴഞ്ചൊല്ല് എന്നിവയിലെ അലങ്കാരങ്ങളും ധ്വനികളും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതും കഴിഞ്ഞ് UPയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഒരു അലങ്കാരത്തിന്റെ ഒരു വരി തന്നിട്ട് അതിൽ അലങ്കാരം ഏതെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം രീതിയിൽ ചോദ്യങ്ങൾ വരും. ഇതൊക്കെ ഡീപ്പായിട്ടാണ്. അതുകൊണ്ട് തന്നെ സിലബസിലെ ഒരു ഭാഗം പോലും വിട്ട് കളയാതെ എല്ലാം നന്നായി നമുക്ക് പഠിക്കണം എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 10 മാർക്കും നമുക്ക് മലയാളത്തിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും മലയാളമല്ലേ എനിക്ക് കിട്ടും, എന്തായാലും ഒരു 8-9 മാർക്ക് കിട്ടും എന്നുള്ള ഓവർ കോൺഫിഡൻസിൽ ആരും പോവരുത്. നന്നായി പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പകച്ചു പോവും. ഇനി നോക്കിയടാ, അവധാരണം എന്നൊരു വിഭാഗമുണ്ട്. എന്താ അവധാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുഞ്ഞുനാളിലെ അല്ല ഒരു 5ാം ക്ലാസ് തൊട്ട് 10ലൊക്കെ അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും. ഒന്നില്ലെങ്കിൽ ഒരു കവിതാശകലം തരും, ഒരു ഖണ്ഡിക പോലെ 4-5 വരി, അല്ലെങ്കിൽ ഒരു പ്രോസ് ആവാം, പോയം ആവാം, ഖണ്ഡിക തരും. അത് വായിച്ചു നോക്കിയിട്ട് നമ്മൾ അതിന് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അത് നമ്മളുടെ ആ സമയത്ത് നമ്മളുടെ ഓർമ്മ, അതായത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ, നമുക്ക് ഉത്തരങ്ങളിലേക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, അത്തരം രീതിയിലുള്ള ടീച്ചർമാരുടെ സ്കില്ല്. നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആവാനാണല്ലോ ഈ പരീക്ഷ എഴുതുന്നേ. അപ്പൊ ടീച്ചേഴ്സിന്റെ ആ ഒരു സ്കില്ല് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവധാരണം എന്ന ഭാഗം കൊടുക്കുന്നത്. ചിലപ്പോൾ അതൊരു ഗദ്യ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അതൊരു പദ്യഭാഗമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭാഷാപരം എന്നുള്ള സെക്ഷനിൽ നിന്ന് വരുന്നത്. ഇനി ഏറ്റവും അവസാനത്തത് ബോധനശാസ്ത്രപരമാണ്. ബോധനശാസ്ത്രം അല്ലെ, നമുക്കറിയുന്ന B.Ed കഴിഞ്ഞവരാണ് എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതെന്താണ് എന്നുള്ളത് അറിയാം. അതിൽ ഉദ്ഗ്രഥിത സമീപനം, അതുപോലെ ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരും. അതുകൂടാതെ ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ട് എത്തരം രീതിയിലാണ്, വാർഷിക ആസൂത്രണം വരും, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം, അതുപോലെ വിലയിരുത്തൽ എന്നിവയെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ബോധനശാസ്ത്രത്തിൽ നോം ചോംസ്കിനെ ഒന്നും ഓർമ്മിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അവരുടേതായിട്ടുള്ള സിദ്ധാന്തങ്ങളും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് പഠിച്ചു വെക്കണം. ഈ ബോധനശാസ്ത്രത്തിൽ നിന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ഇതുവരെ 2 കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോ മാക്സിമം പോയാൽ 3 വരെ പോയേക്കാം, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള 7-8 മാർക്ക് നമ്മുടെ ഭാഷാപരം, സാഹിത്യപരം എന്നുള്ള ഭാഗത്ത് നിന്നാണ് വരിക. അപ്പൊ അതുകൊണ്ട് സിലബസ് ആദ്യം തന്നെ ഒരു പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. സിലബസ് മൊബൈലിലല്ല, പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്നിടത്ത് വെക്കണം. എന്നിട്ട് ഓരോരോ സിലബസിന്റെ ഒരു എക്സ്ട്രാ 2-3 പേജ് എഴുതിയിട്ടിട്ട്, ഇപ്പൊ കവിതാ സാഹിത്യമാണെങ്കിൽ അതിൽ ഇന്നിന്ന ഭാഗങ്ങളാണ് ഞാൻ കവർ ചെയ്തത്, SCERTയിലെ ഇന്നിന്ന ചാപ്റ്റേഴ്സ് ആണ് ഞാൻ കവർ ചെയ്തതെന്ന് ഈ സിലബസിന്റെ ബേക്കിൽ അല്ലെങ്കിൽ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള പേപ്പറിൽ എഴുതിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺഫിഡൻസും വർദ്ധിക്കും എന്നുള്ളതാണ്. സിലബസിൽ അതുപോലെ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഓക്കെ ഇത്രയും ഭാഗങ്ങൾ ഞാൻ പഠിച്ചു, ഞാൻ കൊള്ളാലോ എന്നുള്ള ചിന്ത നമുക്ക് വരും. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും ഫുള്ളായിട്ട് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ 2027 ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ലൊരു അധ്യാപകരായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കട്ടെ അല്ലെ, ആ പരീക്ഷയിലൂടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.